ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ ഡ്യൂയറ്റിൻ്റെ എഞ്ചിനാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്താലും മാക്സിമം നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന കാർബറേറ്ററൊക്കെ നമ്മൾ അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് 1-2 പ്രാവശ്യമായിട്ട് സംഭവം കിട്ടണം. കാരണം ഞാൻ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ വണ്ടി നമ്മൾ കുറച്ച് ഓടി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു എയർ പിടുത്തത്തോടു കൂടി വണ്ടി ഓഫായി പോവാം. അപ്പോൾ ഞാൻ നിലവിൽ ഓൾറെഡി കാർബറേറ്റർ നമുക്ക് എന്തെങ്കിലും റീപ്ലേസ് ചെയ്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഉള്ളൊരു കംപ്ലൈൻറ്റാണത്. ശരിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും കാർബറേറ്ററിൻ്റെ പ്രോബ്ലം വരും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമാണ് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയത്. പിന്നീട് നമ്മൾ കുറേ ഇട്ട് ഓടിച്ചു, അതിന് ശേഷമൊന്നും നമുക്ക് പിന്നെ അങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കാണിച്ച സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് കിക്കർ അടിക്കുമ്പോൾ ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ച് വണ്ടി ഓഫായി. കിക്കർ അടിക്കുന്ന സമയത്ത് കിക്കറിന് വലിയ ബലമില്ലാത്ത രീതിയിലാണ് താന്നു പോവാം. അപ്പോൾ അതിൻ്റെ എൻജിൻ കംപ്രഷൻ ലീക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ സിലിണ്ടർ പ്രശ്നമോ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല. സിലിണ്ടറിനൊക്കെ ഒരു അല്പം തേമാനമുണ്ട്, പക്ഷെ നമുക്ക് വേറെ അതുമായി ബന്ധപ്പെട്ട കംപ്രഷൻ ലീക്ക് വരാനും മാത്രമുള്ള പ്രോബ്ലമൊന്നും അതിനകത്ത് കാണുന്നില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവ് ഉണ്ടല്ലോ, ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതാണ് വാൽവ് ഗൈഡ് എന്ന് പറയുന്ന ഐറ്റം ഇതാണ്. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ട് വാൽവ് സീറ്റിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്രഷൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാർബറേറ്റർ എന്തെങ്കിലും മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ എങ്ങനെ ട്യൂൺ ചെയ്തിട്ടും ട്യൂണിങ്ങിലേക്ക് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ 2 കേസ് കൂടി നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നോക്കാം, കുറച്ചൊക്കെ ഓടിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ തരാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറ്റാണ് വണ്ടി. എങ്ങനെയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണിച്ചുകൊണ്ടിരിക്കും. അത് ആ മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കൊക്കെ ഈ കംപ്ലൈൻറ്റ് റെഡി ആവണമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് ചെയ്യാം. അതാണ് നമുക്ക് വേറെ, അതല്ലാതെ കൊണ്ട് വേറൊരു മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ക്യാം ഷാഫ്റ്റ് ആയാലും ബ്രോക്കർ ആം സെറ്റ് യൂണിറ്റ് ഒന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പിസ്റ്റണിൻ്റെ റിങ്സ് നമ്മൾ മാറ്റിയിടും. സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ് കിടക്കണേ. അപ്പോൾ സ്റ്റാൻഡേർഡ് റിങ്സ് തന്നെ നമ്മളൊന്ന് മാറ്റിയിടും. അതിന് ശേഷം ഈ വാൽവും അതിൻ്റെ ഗൈഡും മാറ്റിയിട്ട് വാൽവ് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഗ്യാസ്കറ്റ്, അതിൻ്റെ ബീഡിങ് റബ്ബർ കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ നമ്മളിട്ട് സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. 99% സാധ്യത കിട്ടാൻ സാധ്യത കുറവായിരിക്കും. മാറ്റി എന്നിട്ട് നടപടി ആയില്ലെങ്കിൽ നമുക്ക് മാറ്റി പുതിയ കാർബറേറ്ററും വെച്ച് വർക്ക് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം 2 ദിവസം കൂടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അവിടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഡെലിവറി തരാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ.